എണ്ണയില്ലാതെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കുറയുമെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒരു തുള്ളി എണ്ണയില്ലാതെ തന്നെ ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റിയുമായി ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ? അതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ നല്ലൊരു കളർ കിട്ടും. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. ഇനി നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലൊക്കെ മസാല നല്ലതുപോലെ പിടിക്കുന്നത് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിന് വേണ്ട മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പൂ, 3 ഏലയ്ക്ക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ മസാലക്കൂട്ട് ചൂടാക്കി എടുക്കാനായിട്ട്. ഒരു 3 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും മസാലക്കൂട്ട് നന്നായിട്ട് ചൂടായി വരും. മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരും. കൂടാതെ പെരുംജീരകത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറും. അതാണ് കറക്റ്റ് പരുവം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 2 പച്ചമുളക് നടുകെ കീറിയത്, ചതച്ചെടുത്ത 8 ചെറിയ ഉള്ളി. നമ്മൾ തേങ്ങാപ്പാലിലാണ് ഈ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചിക്കനും തേങ്ങാപ്പാലും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. തേങ്ങാപ്പാലൊക്കെ ഇപ്പം ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതെ തന്നെ ചിക്കനിലേക്ക് ഇപ്പം നന്നായിട്ട് എണ്ണ വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ചിക്കനിൽ ടേസ്റ്റിനൊന്നും ഒരു കുറവും വരത്തില്ല. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണ ഒട്ടും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കിയെന്ന് കണ്ടാൽ ആരെങ്കിലും പറയുമോ? അത്രയും പെർഫെക്റ്റായിട്ടാണ് ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിരിക്കുന്നത്. സത്യം പറയാലോ, ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ സ്മെല്ലും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എണ്ണയില്ലാതെയാണ് ഇതുണ്ടാക്കിയെന്ന് ആരും പറയില്ല. അത്രയും ജ്യൂസിയുമാണ്, ടേസ്റ്റിയുമാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.